കുന്ന് കയറി യേശുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കുരിശുമല അതിൻ്റെ മണ്ടേ നിൽക്കുന്ന സ്ഥലമാണ് മൊട്ടക്കുന്ന്. അപ്പുറത്തെ കുന്നി ചാടി അവിടെ നിന്ന് അങ്ങനെ പോവായിരുന്നില്ലേ. പിന്നെ അങ്ങനെ ഗൈസ് നമ്മൾ പൈൻ ഫോറസ്റ്റ് എത്തി ഗൈസ്. ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഒരു സർപ്രൈസ് തരുമെന്ന് കണ്ടല്ല. ഇതാണ് വന്നിരിക്കുന്ന ഫസ്റ്റ് സ്ഥലം. നമ്മൾ കഴിഞ്ഞ പാർട്ടി കാണിച്ചത് നമ്മളെ റിസോർട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ കാണിച്ചിരുന്നു അല്ലേടാ. അപ്പോൾ ഇത് പാർട്ട് 2. ഇപ്പോഴാണ് നമ്മൾ വാഗമണിലെ സ്ഥലങ്ങളെല്ലാം കാണാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ പോയി കണ്ടിട്ട് ഇത് കാണാം, എന്നാലേ ഫുള്ള് മനസ്സിലാവും. നമ്മൾ പറഞ്ഞിരുന്ന കഴിഞ്ഞ പാർട്ടിയിൽ ഒരു വലിയ സർപ്രൈസ് ഉണ്ട്. ഇപ്പോൾ ഭയങ്കര മഞ്ഞ് കൂടിയിട്ടുണ്ട്. രാവിലെ എണീറ്റപ്പോൾ വെയിലായിരുന്നില്ല, അത് കഴിഞ്ഞ പാർട്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പാർട്ടി ഇവിടെ വെച്ച് തുടങ്ങി. നമ്മൾ ഫസ്റ്റ് നിൽക്കുന്ന ഈ സ്ഥലത്തിന് വരുന്നത് കുരിശുമല. ഓഫ് കോഴ്സ് കുരിശുമല. അവിടെ യേശുവൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ആയിട്ട് വരും. അപ്പോൾ അവിടെ നമുക്ക് പോകണം, വലിയ മലയൊക്കെ കയറേണ്ടി വരും. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾ നമ്മളോട് നിന്ന് സപ്പോർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഫുൾ വീഡിയോ കാണാം. നമ്മളിവിടെ വെച്ച് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നു ഫ്രം കുരിശുമല. ഇതല്ല മല, ഇത് നമ്മളെ തുടക്കത്തിൻ്റെ സ്ഥലമാണ്. ഞാൻ കാണിച്ചു ഇവിടെ നിന്ന് കയറണം. അങ്ങനെ ഗൈസ് ഞാൻ മല കയറി, അയ്യോ കുന്ന് കയറി യേശുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കത്തോണേ ഒരു മിനിറ്റ് ഗൈസ്. അങ്ങനെതാ നമ്മളെ യേശുതാ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. യേശു ശരി, യേശു അതാ എത്തിയിട്ടുണ്ട്. ഇതല്ല കുരിശുമല, ഇത് യേശുവിൻ്റെ സ്റ്റാച്ചു മാത്രമാണ്. നമ്മൾ കുരിശുമലയിൽ കയറാൻ പോകുന്നതേ ഉള്ളൂ. കണ്ടാ മഞ്ഞടെ ഇത് കുരിശുമല പോലെ ആയിരുന്നു, ഇത് കയറി വന്നു. ഇനി നമ്മൾ കുരിശുമല കയറാൻ പോകുന്നതേ ഉള്ളൂ. തുടക്കത്തിൽ വെച്ചേക്കുന്ന സ്റ്റാച്ചു ആണ്. ബൈ. അപ്പോൾ താഴെ ഇറങ്ങി കുരിശുമലയിൽ പോവാം. അപ്പോൾ ഓക്കെ, നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇറങ്ങി വാടാ. അങ്ങനെ അയ്യോ അയ്യോ ഒന്ന് വീഴാൻ പോയി. നമ്മളെ നമുക്ക് അതിൻ്റെ മണ്ടേ കയറാം ഗൈസ്. ഈ പടി കയറിയാലും നമ്മൾ മണ്ടയിലെത്തും. ശബരിമല പോലെയൊക്കെ തന്നെ കയറി. അത് കുറെ പടിയുണ്ട്, ഇത് അതും പോലെ തന്നെ കുറെ പടി. കാലൊക്കെ മരയിരിക്കുന്ന ചുമ്മാ ഗൈസ്. കുറെ മഞ്ഞ് മാത്രമുണ്ട്. ചെറുക്കൻ പേടിച്ചോട്ടെ ഉണ്ടോ, മഞ്ഞ് പോകണുണ്ടോ. ഏറ്റവും ടോപ്പിലാണ് ഗൈസ് യേശു നിൽക്കണത്. യേശു അവിടെ എത്രാമത്തെ പടി, 110 പടി എന്തോ ഉണ്ട്. ഇതാണ് കുരിശുമലയിലെ യേശു. ഇത് യേശു ആണെന്ന് അറിഞ്ഞൂടാ, രണ്ടും വേറെ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, അതുകൊണ്ടാണ് ക്ഷമിക്കണം. കണ്ട ഓ ഇതിൻ്റെ മുകളിൽ കയറാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറാൻ പോണ്. സെറ്റ്. ഇതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ എടുക്കുമ്പോഴുള്ള വൈബ് ഉണ്ടല്ലോ ഗൈസ്. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇവിടെ അപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ നിൽക്കണം. ഞാൻ ബാക്ക് ക്യാമറ കണ്ട അതാ യേശു. നമ്മളെ യേശു തോയ്ക്കാണ്. യേശു നമുക്ക് കണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുകയാണ്. ഇനി നമുക്ക് തിരിച്ചു പോവാടേ. കണ്ടേ നമുക്കിനി തിരിച്ചു പോവാം. മഞ്ഞൊക്കെ പറക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. കുരിശുമലയിൽ തിരിക്കാൻ പോവാണ്. വേണ്ട ഗൈസ്, കുരിശുമലയിൽ അവിടുത്തെ മഞ്ഞുണ്ട്. അപ്പം കൂടി വരെയാണ് കയറി പറഞ്ഞുണ്ട് കുരിശുമല കാണാനായിട്ട്. നമുക്ക് എന്തായാലും പോവാം. ഇപ്പം നിൽക്കുന്ന സ്ഥലമാണ് മൊട്ടക്കുന്ന് എത്തിയിട്ടുണ്ട് ഗൈസ്. മൊട്ട ഷേപ്പിലുള്ള കുന്നുകളുണ്ട്, അതാണ് ഇവിടുത്തെ പ്രത്യേകത. മെഡോസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയണത്. മൊട്ടക്കുന്ന്. ഇവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് അഡൾട്ടിന് 25 രൂപയും കുട്ടികൾക്ക് 15 രൂപ. അങ്ങനെ പിന്നെ ക്യാമറ എടുക്കണതിന് 100 രൂപ. അങ്ങനെ കുറേ പൈസ കൊടുക്കണം. 100 രൂപ കൊടുത്ത് നമ്മൾ 100 രൂപ എടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് മുട്ടക്കുന്ന്. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടോ. നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ 100 രൂപ അടച്ച് ക്യാമറയ്ക്ക് പൈസ കൊടുത്ത് എടുക്കുന്നത്. നമ്മളെന്തായാലും അങ്ങ് ഹൈ പോയിട്ട് ഫുള്ള് മുട്ടക്കുന്നും കാണിച്ചില്ലല്ലേടാ. രാത്രിയാണ്, അല്ല രാത്രിയല്ല രാവിലെയാണ് സീൻ അല്ലേ. വൈബുണ്ട്, നല്ല രസമുണ്ട്. സൈഡിൽ ഇങ്ങനെ ഈ വഴി കൂടെ നടന്നൊക്കെ പോയി എല്ലാം കാണാം. നമ്മളെന്താ ടോപ്പിൽ ചെന്നിട്ട് കാണിച്ചില്ലേ. ഇതൊക്കെയാണ് സെറ്റ് വൈബ്. വേണ്ട നമ്മൾ മണ്ടേ കയറാൻ റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലം. നമുക്ക് എന്താ ഇവിടെ നിന്ന് കയറാം. നമ്മളിതാ ഈ കുന്നിൻ്റെ മണ്ടേ കയറാണ്. ഇത് ആദ്യത്തെ മൊട്ടക്കുന്നല്ലേ. മൊട്ടമല തന്നെ ഉരുണ്ട് തന്നെ ഇരിക്കണം. പിന്നെ അല്ല ഇതിൻ്റെ മണ്ടേ കയറിയാൽ നമുക്ക് എല്ലാ മൊട്ടക്കുന്നും കാണാൻ പറ്റും അല്ലേ. കുറേ മൊട്ടക്കുന്നുകൾ കാണാൻ പറ്റും.
പൊള്ളി തുടങ്ങിയ അത് തന്നെ കേട്ടോ. ഇത് ഒത്തിരി പാടാണ് കേട്ടോ ഇവിടെ കയറാൻ. അപ്പോൾ കുറേ കുന്നുകൾ കാണാം ഇതിൻ്റെ മുകളിൽ നിൽക്കാം. കണ്ട കുറേ കുന്നുകൾ, മഞ്ഞും കാറ്റും എല്ലാം ഉണ്ട്. നമ്മൾ ടോപ്പിലാണ് നിൽക്കണത്. ഒപ്പോ വല്ല സൂപ്പർമാൻ്റെ പവറും കിട്ടിയെങ്കിൽ ഇവിടത്തെ കുന്നിൽ നിന്ന് അപ്പുറത്തെ കുന്നി ചാടി, അവിടെ നിന്ന് അപ്പുറത്തെ കുന്നി ചാടി, അവിടെ നിന്ന് അങ്ങനെ അങ്ങനെ പോവായിരുന്നല്ലേ. പിന്നെ അപ്പോ ഇപ്പൊ നമ്മൾ ടോപ്പിലാണ്, നിൽക്കണം അല്ലേടാ. ഇതാണ് ടോപ്പ്. ഇതാ നിങ്ങൾക്ക് എനിക്ക് 100 രൂപ ക്യാമറയ്ക്ക് അടിച്ചതാ എല്ലാ കുന്നുകളും കാണിച്ചു തരാൻ വേണം അല്ലേടാ. ഇത് ആദ്യത്തെ ഒന്ന്. ഇവിടെ എത്ര കുന്നുകളുണ്ട്? 1 2 3 4. പിന്നെ അങ്ങനൊക്കെ കിടക്കയില്ലേ 6 7 8 ഇഷ്ടംപോലെ ഉണ്ടല്ലേ ഇവിടെ. നല്ല ഇറക്കമുണ്ട്. ചറക്കി അങ്ങ് പോവും. ഇതാ കണ്ട നമ്മളെന്തായാലും ആ എൻഡിൻ്റെ അവിടെ അത് നോക്ക്. സ്വിമ്മിങ് പൂള്, ചെറിയൊരു സ്വിമ്മിങ് പൂള് പോലെ അവരിട്ടേക്കാണ്. നമുക്ക് എന്താ ഇതുവരെ ഇറങ്ങാം. അപ്പോ ഞാനും അങ്ങ് പോണ്ടാ. സാറെ ഇറങ്ങി കാണിച്ചാൽ ഇത് ഡേഞ്ചറാണ് കേട്ടോ. മുട്ടക്കുന്ന് ഇങ്ങനെ ചറക്കിയോ കണ്ട സീനറി. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇവിടെ ഫുള്ള് നശിച്ച് ഗൈസ്, കുറേ ഇലയും കല്ലക്കാരി. നമുക്ക് ഇനി ടോപ്പിൽ പോവാം. നമ്മളെന്തായാലും വന്നില്ലേ, ഒരു കുന്നിൽ കൂടെ കയറാം അല്ലേ. ഒരു കുന്നിലും കൂടി കയറാം. ഇതുവഴി നടന്ന് അടുത്ത അപ്പുറത്തുള്ള ഒരു കുന്നും കൂടി ഉണ്ട്, അവിടെയും കൂടി കയറിയിട്ട് പോവാം. എന്താ അവിടത്തെ കുന്നിൽ കയറാൻ പോവാം. ഓക്കെ, നമ്മൾ നടക്കുന്നതിൻ്റെ ഈ സൈഡിൽ ഒരു കുന്നുണ്ട്, കുറേ കുന്നുകളുണ്ട്. എന്തായാലും അവിടെ പോവാം. ഓക്കെ സെറ്റ് ഗൈസ്. ഇവിടെ ഒരു റൈഡും ഉണ്ട് കേട്ടോ. മറ്റേ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ, സ്കൈ സൈക്കിളാ. സ്കൈയിലൂടെ ഇങ്ങനെ പോവുമല്ലോ. അത് നമുക്ക് അഡ്വഞ്ചർ പാർക്കിൽ ചെന്നിട്ട് കയറാം അല്ലേ. ഇവിടെ ഇനിയിപ്പോൾ എനിക്ക് കയറാൻ താല്പര്യമില്ല. ഇത് അത്ര എന്ന് വെച്ചാൽ കാണാൻ ഒരു നാച്ചുറിറ്റി അല്ലേ, നാച്ചറിൻ്റെ ബ്യൂട്ടിഫുൾ അത്രേ കാണാവുള്ളൂ. നാച്ചർ ഭംഗി കാണാം. അപ്പോൾ കണ്ട ഇത് അടുത്ത വ്യൂ പോയിൻ്റാണ്. മുട്ടക്കുന്നിൻ്റെ നമ്മളൊരു കുന്നിൻ്റെ വണ്ട വന്ന് അടുത്ത വ്യൂ പോയിൻ്റ്. ആൾക്കാർ ടിക്കറ്റിൽ നിന്ന് അതിൻ്റെ വണ്ട കയറാൻ നിൽക്കുകയാണ്. അത് കയറിയതാ ഇവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം. അടുത്ത് നിന്ന് ടിക്കറ്റ് എടുത്താൽ ഈ കയറ് വഴി നമുക്ക് ഇങ്ങനെ ചരിഞ്ഞ് അങ്ങ് പോവാം. കുളമുണ്ടോ? ഓ ഗായ്സ് കുളമുണ്ട് കേട്ടോ. വ്യൂ നോക്ക്, നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ ആൾക്കാർ കണ്ടോ, കുറേ ആൾക്കാർ. ടോട്ടലി ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ അവിടെ ചെന്ന് കാണിച്ചു തരാം. കുറേ മുട്ടക്കുന്നുകൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ സെറ്റ് കുളമുണ്ട്. അതായത് നമ്മൾ ഈ ഇങ്ങനെ ചറവി പോകുമ്പം വീണാൽ ഈ കുളത്തിൽ വന്ന് വീഴും. വീണാൽ ചാവൂല, മുങ്ങി ചാവേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ടാണ് അത്രയും സേഫ്റ്റി. വീണ് ചാവൂല, മുങ്ങി ചാവേ. അപ്പോൾ അത്രയും സേഫ്റ്റി നമ്മൾ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് കുറച്ചും കൂടി അടുത്തായി നോക്കാം, ഇത് വീഴാതിരിക്കാൻ നിൽക്കാം. ഓ ഇത് സൈക്ലിംഗ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് അവിടം വരെ സൈക്ലിങ് കണ്ട. ഇവിടെ നിന്ന് അവിടം വരെ സൈക്ലിങ് ഇതാക്കണ്ട ഗൈസ്. ഇങ്ങനെ പോവും, ഇങ്ങനെ ഇപ്പം ആൻറ്റി അവിടെ ചെന്നെത്തും കണ്ട. ഇത് നമുക്ക് അവിടെ അഡ്വഞ്ചർ പാർക്കിൽ ചെന്ന് കയറാം. പക്ഷെ ഇവിടെ നിന്ന് അവിടം വരെ സൈക്ലിങ്. താഴെ കോളമാണ്, നല്ല രസമുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും മുട്ടക്കുന്നിൻ്റെ അടുത്ത് ഇത്തിരി റേറ്റ് ഉണ്ട് ടിക്കറ്റിന്. അപ്പോൾ നമുക്ക് മുട്ടക്കുന്നിൻ്റെ അടുത്ത് ടാറ്റ പറഞ്ഞിട്ട് നേരെ പൈൻ വാലിയിലേക്ക് വിടാം, അതായത് പൈൻ ഫോറസ്റ്റ്. കൺമണി അൻപോട് കായം യാവും തന്നാലെ ആറിപ്പോകും മായം എന്ന പൊന്മാനെ പൊന്മാനെ കായமான போதும் என் மேனி தாங்கிக் கொள்ளும் முந்தன் மேனி சங்காது செந்தேனே. நீங்க நினைக்கிற மாதிரி இடம் இல்லப்பா இது. என்னவென்று சொல்லாமல் எங்க அழகு வந்தது. எந்தன் சோகம் உன்னை தாக்கும் என்றென்றுം போது. ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇനി നമ്മൾ തിരിച്ചു പോകണം അല്ലേടാ. നല്ല മഞ്ഞൊക്കെ നമുക്ക് തണുപ്പ് പറഞ്ഞതിന് മുമ്പേ നമുക്ക് അടുത്ത പൈൻ വാലി പോകണം. അടുത്ത കാണിച്ച കുളമാണ് കണ്ട. നമ്മൾ അവിടെയാണ് നേരത്തെ നിന്നത്. ഇപ്പം അവിടെ ഫുള്ള് മഞ്ഞ് കണ്ട. വണ്ടി കൊണ്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും വെളിയിൽ പോവാം. നമ്മൾ മുട്ടക്കുന്നി വന്ന വഴിയിലുള്ള സാധനമാണ് ഇതും. ഇത് നമ്മളിപ്പോഴാണ് കണ്ടല്ലേ, നേരത്തെ ശ്രദ്ധിച്ചില്ലേ. ഇത് കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയുണ്ട്. സൈഡിൽ കുറേ കടകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഐറ്റം വാങ്ങിച്ച് തേൻ നെല്ലിക്ക, ചോക്ലേറ്റ്സ് അങ്ങനെ കുറേ ഉണ്ട്. നമ്മളൊരു തേൻ നെല്ലിക്ക വാങ്ങിച്ചല്ലേടാ. ഇത് എത്ര രൂപ? 50 രൂപ. 50 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കാം. നമ്മളെ തേൻ നെല്ലിക്ക
അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. കേട്ടോ ഞാനൊക്കെ നെല്ലിക്ക പിടിച്ചത് നല്ല ടേസ്റ്റ്. സാധാ നെല്ലിക്ക ഇത് ഉപ്പിലിട്ടോ നമ്മൾ സാധാരണ കഴിക്കുമ്പോൾ അടുത്ത് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ചോക്ലേറ്റ് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എത്ര രൂപ? 150 രൂപ. അവിടെ വെച്ച് തുറക്കാണ് ചോക്ലേറ്റ്. നമുക്കിതാ ഇതൊന്നും കഴിച്ചു നോക്കാം. നമ്മൾ ഫസ്റ്റ് പാർട്ടി വാങ്ങിച്ച ചോക്ലേറ്റിനെ പോലെയല്ലേ, ഇത് വേറെ ടേസ്റ്റ് അല്ലേ. മറ്റേ റിച്ച് ചോക്ലേറ്റ്, ഇത് സാധാ ചോക്ലേറ്റ്, അതിന് ഇത്തിരി വില കൂടുതലാണ്. ഇന്നും കൊള്ളാം. ചോക്ലേറ്റ് ഇത് സാധാ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് അല്ലേ, കൊള്ളാം, രണ്ടും കൊള്ളാം. നമ്മളിനി അടുത്ത പോണ സ്ഥലം എവിടെ? പൈൻ വാലി. പൈൻ വാലിയിലോട്ടാണ് പോകുന്നത്. പൈൻ വാലി ഇതുവഴിയാണ് പോകേണ്ടത്, ഇങ്ങനെ വളഞ്ഞ്. അപ്പോൾ ഒരു മാങ്ങയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ പൈൻ ഫോറസ്റ്റ് എത്തി ഗൈസ്. ഗൈസ് കണ്ട ഗൈസ്, ഇവിടെയും ടിക്കറ്റ് എടുക്കണം. സെറ്റ് ഗൈസ്, താഴെ പോകണം. ഉണ്ടാ നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നമുക്ക് ഇനി അങ്ങൊക്കെ പോവാം. നല്ല വൈബ് സ്ഥലം പൈൻ ഫോറസ്റ്റ്. നിന്റെ വണ്ടി കയറി രണ്ട് ഫോട്ടോ എടുക്കാമായിരുന്നു കേട്ടോ. ഇവിടെ ഫോട്ടോ ഒക്കെ വേണം എടുക്കാം. സെറ്റ് കേട്ടോ. എത്ര മരങ്ങളിത്, കുറേ ഉണ്ട് കേട്ടോ. എണ്ണാനൊന്നും പറ്റൂല, അത്രയ്ക്ക് മരങ്ങളുണ്ട്. നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. താഴെ പോയാൽ ഈ പാലം പോലെ ഉള്ള സാധനം ടെയിൽ നിൽക്കും. അപ്പോൾ അവിടെ ഗ്രൗണ്ട് എത്തും. അവിടെ ചെന്ന് നമുക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. സെറ്റ് സ്ഥലം. ആ ടെയിലിട്ട സ്ഥലം കഴിഞ്ഞ് ഇപ്പോൾ മറ്റേ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ പൈൻമരം വളർന്ന് നിൽക്കുകയാണ്, കുറേ പൈൻമരം. സെറ്റ്. അപ്പോൾ നമുക്ക് ഇതാണ് പൈൻ ഫോറസ്റ്റ് അല്ലേടാ. നല്ല എൻജോയ്മെൻ്റ് ആവണ സ്ഥലമാണ്. ഒരു സമാധാനം കിട്ടും ഇല്ലടാ ഇവിടെയൊക്കെ. നേച്ചർ ബ്യൂട്ടിയുള്ള സ്ഥലങ്ങളാണ്. ഇതുകൊണ്ട് വളഞ്ഞ മരം വളഞ്ഞിരിക്കുകയാണ്. പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ടാറ്റ പറയാണ് അല്ലേടാ. കൊള്ളാം. അങ്ങനെ അപ്പോൾ ശരി, ടാറ്റ, ബൈ. നമ്മൾ പോകണല്ലേ, ബൈ. ഫോറസ്റ്റും കണ്ടു കഴിഞ്ഞ് നമ്മൾ വാഗമണ്ണിലെ എല്ലാ സ്ഥലവും കിടില സ്ഥലങ്ങളാണ് ഗൈസ്. വാഗമണ്ണിൽ ഒരു സ്ഥലം വിടാൻ പാടില്ല. ഇനി അടുത്ത അഡ്വഞ്ചർ പാർക്കിൽ പോയി അടിച്ച് പൊളിക്കണം എല്ലാ റൈഡിലും. കാരണം ഇതാണ് പൈൻ ഫോറസ്റ്റ് അല്ലേ. ഇവിടെ വെച്ച് സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്യണം. അതുപോലെ ഉണ്ടല്ലേ ഈ സ്ഥലം. മറ്റേ അവിടെ പിന്നെ ഒരു ദിവസം കുണാക്കെ വരുമ്പോൾ ഗൈസ് കണ്ട. അപ്പോൾ ശരി, നമുക്കിനി പൈൻ ഫോറസ്റ്റിൽ നിന്ന് പോവാം അല്ലേ. താഴോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കാണിക്കാനില്ലേ, നമ്മൾ പോക്കെ. ഫോറസ്റ്റിൽ നിന്ന് തിരിച്ചല്ലേ അറിയാം ഐസ്ക്രീം. ഇനി നമ്മൾ അടുത്ത നേരെ അഡ്വഞ്ചറസിലോട്ട് അല്ലേ, അഡ്വഞ്ചർ പാർക്ക്. വഴി ക്ലിയർ ആയിട്ട് തോന്നും, പക്ഷെ റിയലായിട്ട് കാണുമ്പോഴേ അതിന്റെ മഞ്ഞത്തുറ അറിയാൻ പോലും പറ്റണ്ടേ അത് വഴിയാണ് പോകേണ്ടത്.
അഡ്വഞ്ചർ പാർക്കിൽ പോകാൻ പറ്റിയില്ല, കാരണം മഴ നമ്മളെ ചതിച്ച്. അങ്ങനെ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ പോകാതെ പൈൻ ഫോറസ്റ്റിൽ നേരെ തിരിച്ച് ഈ സ്ഥലം ഓർമ്മയുണ്ടോ? നമ്മൾ ഇന്നലെ ഫസ്റ്റ് വന്നപ്പം എടുത്ത സ്ഥലമാണ് അല്ലേ? തിരിച്ച് പാർട്ട് ഇവിടെ നമ്മൾ തിരിച്ച് വീണ്ടും വന്ന് നിൽക്കുകയാണ്. ഇപ്പം മഴയൊന്നുമില്ല, പക്ഷെ ഇന്നലെ വന്നപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇനി ഭയങ്കര വിഷമമുണ്ട് ഗൈസ്. ഗ്ലാസ് ബ്രിഡ്ജിലും റൈഡിലൊന്നും കയറാൻ പറ്റില്ല. ബട്ട് ഇനി നമ്മൾ വരുമ്പോൾ വാഗമണ്ണിൽ അഡ്വഞ്ചർ പാർക്കിലേക്ക് ഫസ്റ്റ് പോകണമല്ലോ. നമ്മൾ വരും ഇനി ഓണത്തിന് ക്രിസ്മസിന് എപ്പോഴെങ്കിലും വാഗമണ്ണിൽ ഒരിക്കൽ കൂടി വരുന്നതായിരിക്കും. മൊത്തത്തിൽ വേറെ വണ്ടറില്ല. സിൽവർ സ്റ്റോൺ എവിടെ കിടക്കണം? എൻ്റെ കൂട്ടുകാരൻ ഞാൻ നിന്നെ നോക്കണം. ഹായ് പോട്ടാ, ബൈ ചാറ്റോട് പറഞ്ഞില്ല. ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഒരു സർപ്രൈസ് തരുമെന്ന് കണ്ടല്ല. ഇതാണ് സർപ്രൈസ് കാണിച്ചത് ഗൈസ്. ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഈ സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ എന്തിനാണെന്ന് നോക്കാം. റൈഡിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഇവിടുത്തെ റൈഡിൽ നമ്മൾ കയറാൻ പോകുന്നത് ഏറ്റവും ലോങ്ങസ്റ്റ് സിപ്പ് ലൈനാണ് ഇവിടെ ഉള്ളത്. സിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ കയറി കൂടെ നമ്മളിങ്ങനെ പോകും. പിന്നെ ഞാൻ ഇവിടെ കയറാൻ പോകണം അതിൽ. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. ഓ സീനട് കണ്ടാ സെറ്റാണ്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി കാഴ്ചയിലോട്ട് പോവാം. എന്നാൽ നമുക്കിപ്പോൾ എത്ര റൈഡിൽ കയറാനല്ലേ? ഏറ്റവും ടോപ്പിൽ പോയിട്ട് എന്തിനാണ് നോക്കിയിട്ട് ഇവിടെ വരാം. അത് നമുക്കിവിടെ ഇരുന്ന് നോക്കാം. നല്ല സോഫ്റ്റ് അല്ലേ? ഓ ഭയങ്കര സോഫ്റ്റ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടുള്ള വ്യൂ നിങ്ങൾക്ക് കാണണ്ടേ? ഇതാണ് ഇവിടെ ഇരുന്നുള്ള വ്യൂ. സെറ്റ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ഇവിടെ നടത്ത് ചാടിയാലേ? ചാവൊന്നുമില്ല. അയ്യോ ഇതെന്തിരി ചാവൊന്നുമില്ല. കയ്യും കാലും ഓടിയും. അല്ല ചിലവർക്ക് നിൽക്കാം അവിടെ നിൽക്കാം. വലിയ ആഴമില്ല. ചില ആൾക്കാർ പോകുന്നുണ്ട് അവിടെയല്ല. നമുക്ക് മെയിൻ അങ്ങോട്ടാണ്. നമ്മളിതാ ഭയങ്കര വെയിൽ. ഈ വെയിൽ അവിടെ ആ നശിച്ച മഴ പറഞ്ഞതിനേക്കാൾ ഈ വെയിൽ അവിടെ വാഗമണ്ണി നിന്നിരുന്നെങ്കിൽ നമ്മളിപ്പോൾ അടിച്ചു പൊളിച്ച് ആ റൈഡൊക്കെ കണ്ടിട്ട് വരുമായിരുന്നു. അതായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറുമായിരുന്നു. ആണെങ്കിൽ പോണ വെയിൽ ഗൈസ്. അവിടെ സിപ്പ് ലൈൻ ഉണ്ട്. എനിക്ക് അവിടെ കയറണം ഗൈസ്. ഇതൊരു പറവ ചാടി നടക്കുന്നു. കളിക്കുന്ന കുഞ്ഞിപ്പുഴു തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു തുള്ളി. ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ആണ് ലോകത്ത് തന്നെ ഗൈസ് ഈ സിപ്പ് ലൈൻ. കുറച്ച് നേരം എല്ലാവരും കുളിച്ച്. അപ്പോൾ ഇവിടെ വെച്ച് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. നേരത്തെ പറഞ്ഞ പോലത്തെ വൈൻഡപ്പ് ഇല്ല. നിങ്ങളെ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ വെച്ച് ഈ വീഡിയോ ശരിക്കും വൈൻഡപ്പ് ചെയ്യണം. നമ്മളെ വാഗമണ്ണിൽ അഡ്വഞ്ചർ പാർക്കിൽ നമുക്ക് പോകാൻ പറ്റില്ല. ബട്ട് ഞാൻ മറ്റേ എന്തിനാ പറയണത് സ്കൈലൈൻ പോയി. അപ്പോൾ അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജും കൂടി ഉണ്ടായി. പിന്നെ കുറേ റൈഡ് നമുക്ക് കുഴപ്പമില്ല. ഓണത്തിന് ക്രിസ്മസിന് നമ്മൾ വീണ്ടും വാഗമണ്ണിൽ പോകുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്നതായിരിക്കും. അവിടെ കയറുന്നതായിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊരു ചാറ്റ് മോനെ